അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഇൻ ഹെഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്, മനസ്സിൽ കണക്കൂട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് ദി ഫോളോയിങ് അരിത്തമെറ്റിക് സീക്വൻസ്. ചുവടെയുള്ള സമാന്തര ശ്രേണികളുടെ തുകകൾ മനസ്സിൽ കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് കണക്കാക്കി നോക്കാം മനസ്സിൽ കിട്ടുക എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 51, 52, 53, 70 വരെ അല്ലെ. ഇത് നമുക്കറിയാം അവസാന പദവും ആദ്യ പദവും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അവസാന പദം ആദ്യ പദം തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദമാണ്. അപ്പൊ ഇവിടെ ആദ്യ പദം അവസാന പദം എന്ന് പറയുന്നത് 1 70 51 ആണ്. അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 3 10 2 12 121 കിട്ടും. 70 7 3 10 10 3 130 130 120 കിട്ടും. ഇനി 51 മുതൽ 20 വരെ എത്ര ടേം ഉണ്ട്? 20 ടേം ഉണ്ട് അല്ലെ. അപ്പൊ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ 20/10 2 10 കിട്ടും. പിന്നെ 121. അപ്പൊ 1110. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടുത്തെ n എന്ന് പറയുന്നത് 20 ആണ്. 51 52 53 അങ്ങനെ 70 വരെ വരുമ്പോൾ 20 ടേമുകളുണ്ട്. then x1 plus xn എന്ന് പറയുന്നത് 121 ആണ്. ആദ്യ പദം അവസാന പദം. 70 51 കൂട്ടുമ്പോൾ 121. then n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ടേം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ 20/2 10 കിട്ടും. then 121 ഇൻറ്റു 10 1210. ഇനി രണ്ടാമത്തേനും ഇതേപോലെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 1.5 2.5 3.5 അങ്ങനെ 12.5 വരെ. അപ്പൊ നമുക്ക് നോക്കിയേ, ആദ്യ പദം അവസാന പദം കൂട്ടിയ 12.5ക്ക് 1.5 കൂട്ടിയാല് 12.5ക്ക് അര കൂട്ടിയാല് 13, 13ക്ക് 1 കൂട്ടിയാല് 14. ഓക്കെ, ഈ 1 മുതൽ 1.5 2.5 അങ്ങനെ പോയിട്ട് 12.5 വരെ വരുമ്പോൾ 12 ടേം ഉണ്ടാവും. അപ്പൊ ആ 12 ടേമിന്റെ പകുതി n/2 കൊടുക്കുമ്പോൾ 6 ടേം വരും. then 6 4 24 2 6 8 84 കിട്ടും നമുക്ക് സമ്മ. ഓക്കെ, മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കാം. x1 plus xn n/2 ന്റെ x1 plus xn ആദ്യ പദം അവസാന പദം കൂട്ടുക. അതായത് 1.5യും 12.5യും കൂട്ടുമ്പോൾ 14. എത്ര ടേം ഉണ്ടാവും? 1.5 2.5 3.5 4.5 5.5 6.5 7.5 8.5 9.5 10.5 11.5 12.5 ഉണ്ടോ? 12 ടേം ഉണ്ട്. കറക്റ്റ് നാച്ചുറൽ നമ്പർ ആയിട്ട് തന്നെ പോകുന്നത്. അര ഒപ്പുണ്ടെന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ 12 ടേം ഉണ്ടാവും. അപ്പൊ 12/2 6 എന്ന് കിട്ടും. then 6 × 14 ചെയ്ത് കഴിഞ്ഞാൽ 84. ഓക്കെ, then അടുത്തത് ഇപ്പോ ഇനി ഇവിടെ അര 1 1.5 2 2.5 3 3.5 അങ്ങനെ 12.5 വരെയാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യ പദം അവസാന പദം നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഓക്കെ, ആദ്യം ഇല്ലെങ്കിൽ ഇത് നമുക്ക് വേറൊരു രീതിയിൽ പറയാൻ പറ്റും. എന്താണെന്നറിയോ? ഈ തൊട്ട് മുകളിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. 1.5 2.5 3.5 4.5 5.5 6.5 7.5 അങ്ങനെ അങ്ങനെ 12.5 വരെയാണ്. അപ്പൊ 1.5 2.5 3.5 അങ്ങനെ അങ്ങനെ 12.5 വരെ കൂട്ടിയാൽ കിട്ടുക 84 ആണ്. 1.5 2.5 3.5 അങ്ങനെ അങ്ങനെ കൂട്ടിയാൽ കിട്ടുക 84 ആണ്. ഇനി ഈ 1.5 2.5 3.5 അതിന്റെ അടിയിൽ ഇനി വരുന്നത് 1 മുതൽ 12 വരെയുള്ള സംഖ്യ അല്ലേ? 1 മുതൽ 12 വരെയുള്ള സംഖ്യ അല്ലേ? അപ്പൊ 1 മുതൽ 12 വരെയുള്ള സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 × 13/2 ആണ്. അപ്പൊ അതിന് 6 എന്ന് കിട്ടും. then 3 18 6 1 78 കിട്ടും. then അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 8 4 12 8 16 162.5 കിട്ടും. ഇനി ഒരു അര അവിടെ ഉണ്ട്. ഓക്കെ, ഒരു അര ഇവിടെ ഉണ്ട്. അപ്പൊ 162.5 കിട്ടും. നമുക്ക് നോക്കാം എത്ര കിട്ടുന്നുള്ളത്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ 1.5 2.5 3.5 അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 84 കിട്ടും. 12 വരെ കൂട്ടിക്കഴിഞ്ഞാൽ 84 കിട്ടും. then 6 × 13 എങ്ങനെയാണ് ഈ 6 × 13 എന്ന് മനസ്സിലായോ? ഈ 1.5 2.5 3.5 കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിൽ വരുന്നതാണ് 1 2 3 എന്ന് പറഞ്ഞു പോകുന്ന സംഖ്യകൾ. അത് ഇതിലില്ലല്ലോ. 1 2 1.5 2.5ഒക്കെയാണ്. അപ്പൊ അതിനെയാണ് 12 സംഖ്യ ഉണ്ടാവും. അപ്പൊ 12 × 13/2 ആണ് വരിക എണ്ണൽ സംഖ്യകളുടെ തുക. ഇത് കട്ട് ചെയ്യുമ്പോഴാണ് 12ഉം 2ഉം കട്ട് ചെയ്താണ്ട് 6 വരുന്നത്. ഓക്കെ, അപ്പൊ 6 × 13 78 കിട്ടും. അത് രണ്ടും കൂട്ടുമ്പോൾ 162. പിന്നെ ഈ അര എവിടുന്ന് വന്നു എന്നറിയോ? ഈ അരയാണ് 162. അര എന്ന് പറയുന്നത് 162.5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാനും വഴിയാണ്. ഇതിനെ നിങ്ങൾക്ക് ഇക്വേഷനിൽ ചെയ്തോന്ന് വെച്ചാൽ യാതൊരു പ്രശ്നമല്ല. ഓക്കെ, ഇതിനിപ്പോ ഇക്വേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ പദം പ്ലസ് അവസാന പദം 12ലേക്ക് 1 കൂട്ടിയാൽ 13.
ഓക്കെ 13. ദെൻ എത്ര ടേം ഉണ്ടോ നോക്കുക, 1 തൊട്ട് 12.5 വരെ, 1 1.5 രണ്ടെണ്ണായി, അപ്പൊ 2 2.5 4 അപ്പൊ 12.5 വരുമ്പോ 24 ടേം ഉണ്ടാവും. പിന്നെ ഈ ഒരു അരയും കൂടി കൂടുമ്പോ 25 ടേം ഉണ്ടാവും. അപ്പൊ 25/2 വരും. ഓക്കെ, ഇനി ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 162.5. അത് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. എക്സാമിന് ഇപ്പൊ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്തെന്നുള്ളതൊന്നും നോക്കില്ല. നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ വേറെ എവിടെയെങ്കിലും ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് എന്താ പറയാ സമ്മുകൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യാനും വേണ്ടിയിട്ട് ചെറിയൊരു പ്രോബ്ലം ഇട്ടെന്നുള്ളൂ. ഓക്കെ.